പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സമാധാനത്തിന്റെ ഒരു ചെറിയ കാലയളവ് കഴിഞ്ഞ് വീണ്ടും സംഘർഷത്തിലേക്ക് വഴുതിമാറുന്നു എന്ന വാർത്തയാണ് പ്രധാനമായും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ലെബനനിലെ 3 ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേലീസ് വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷഹാർ, ദെയ്ത്ത്, ഗിരി എന്നീ 3 തെക്കൻ ലെബനാൻ ഗ്രാമങ്ങൾക്കു നേരെ ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആക്രമിക്കുവാൻ തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് മാത്രമാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഗ്രാമവാസികൾക്ക് കൈമാറിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പ്രധാനമായും ഇസ്രായേൽ ഈ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ആയുധങ്ങൾ ഈ പ്രദേശങ്ങളിൽ സംഭരിച്ചു വച്ചിരിക്കുന്നു, മാത്രമല്ല ഹിസ്ബുല്ല ആ പ്രദേശങ്ങളിൽ തങ്ങളുടെ സൈനിക വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ്. എന്തായാലും ആക്രമണവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ വരുവാനിരിക്കുന്നതേ ഉള്ളൂ. ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണത്തിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നു. ഹിസ്ബുല്ല പറയുന്നത് ഇസ്രായേൽ ഗസയിലോട്ട് നിരന്തരം ആക്രമണം നടത്തുന്നു, മാത്രമല്ല ലെബനനിലെ പല ഗ്രാമങ്ങളിലെ മേൽക്കും അധിനിവേശ ശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആയുധങ്ങൾ അടിയറ വയ്ക്കുവാൻ ഹിസ്ബുല്ല ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രത്യാക്രമണ ഭീഷണിയും ഹിസ്ബുല്ല ഉയർത്തുന്നുണ്ട്. നേരത്തെ ലെബനീസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചില വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ അവിടെ സമാധാനം പുലരുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിസ്ബുല്ല ആയുധങ്ങൾ ലെബനീസ് ഗവൺമെന്റിന് കൈമാറണം എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ലെബനീസ് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ചില ആയുധങ്ങളൊക്കെ എങ്ങനെ കൈമാറപ്പെട്ടു, അത് ലെബനീസ് ഗവൺമെന്റിന്റെ കൈവശമുണ്ട് എന്നാണ്. പക്ഷേ അതിനെയൊക്കെ നിരാകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലെബനിൽ നിന്ന് വരുന്നത്. ലെബനനിലെ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ആ പ്രസ്ഥാനം ശക്തമായി തന്നെ തുടരുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് വരുന്നതായിട്ടാണ്. അതായത് 10,000-നും 15,000-നും ഇടയിൽ ഹമാസ് പോരാളികൾ പുതുതായി ആ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന വാർത്ത പ്രധാനമായും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തകളിലൊന്നാണ്. അതായത് ഹമാസിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന കാര്യത്തിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോകുന്നു. അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു പ്രസ്താവനകൾ ഉണ്ടാകുന്നില്ല. ഈ അവസരം മുതലെടുത്ത് ഹമാസ് കൂടുതൽ ശക്തമായ സൈനിക വിന്യാസങ്ങളും മാത്രമല്ല സൈന്യത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു വിശദീകരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ആയുധ നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയില്ല എന്ന വസ്തുത അമേരിക്ക മനസ്സിലാക്കുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഹമാസ് അവരുടെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതായുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹു വ്ളാദിമിർ പുടിനുമായി സംഭാഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഗസയുടെ കാര്യത്തിൽ റഷ്യയുടെ പിന്തുണ തേടുന്നത് കൊണ്ടാണോ, അതോ ഇനി ഹമാസിന്റെ ആയുധ നിർമ്മാർജ്ജന കാര്യത്തിൽ അമേരിക്ക പഴയ നിലപാടുകൾ കടുപ്പിക്കാത്തത് കൊണ്ടാണോ എന്ന രീതിയിലൊക്കെ വിശകലനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹിസ്ബുല്ലയും ഹമാസും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വീണ്ടും ശക്തി സംഭരിക്കുന്ന തിരക്കിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത പശ്ചിമേഷ്യയുമായി സംബന്ധിച്ച് പുറത്തു വരുന്നത് പോളണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് എന്നാണ്. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അയാളുടെ ജന്മദേശം എന്ന് പറയുന്നത് പോളണ്ടാണ്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടത്. അതിനു മുമ്പ് പോളണ്ടിൽ ജനിച്ച ഒരാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ പോളണ്ട് സർക്കാർ വലിയ രീതിയിൽ ഇസ്രായേലിന് സാമ്പത്തിക സഹായങ്ങൾ, സൈനിക സഹായങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ പോളണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ഇസ്രായേലി സൈന്യത്തിന് സഹായം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നൽകുന്ന കമ്പനികൾ അതൊക്കെ സ്വകാര്യ കമ്പനികളാണ്. പോളണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വമില്ലെന്നാണ്. പക്ഷേ പോളണ്ടിലെ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തുന്നത്. ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് അനുകൂലമായിട്ട് ആയുധങ്ങൾ നൽകുന്ന പോളണ്ട് സർക്കാരിനെതിരെ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.